ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. അമ്മേ അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ എഴുന്നേക്ക്. അമ്മേ അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ എഴുന്നേക്ക്. എഴുന്നേക്കമ്മേ. അമ്മേ അമ്മ വയ്യാതെ വീണതാ. അമ്മേ ആരെങ്കിലും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ. അമ്മേ മോളെ കരയാതെ മോളെ. അമ്മേ എഴുന്നേക്കമ്മേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരോ ഒന്ന് സഹായിക്ക. അമ്മേ എഴുന്നേക്കമ്മേ. എന്തുപറ്റി? അമ്മ തലയിറങ്ങി വീണതാ. ഇതെന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇവരൊന്ന് ഹോസ്പിറ്റലാക്കിക്കൂടെ? അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ അമ്മേ എഴുന്നേക്ക്. ചേട്ടാ ഒരാളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ നോക്കി നിൽക്കുന്നൊന്ന് പിടിക്കാ. വന്ന് പിടിച്ച വാ. ചേട്ടാ വണ്ടി വിട്ടോ. പൊക്കോ ചേട്ടാ. മോള് വാ. ഇവിടെ ഇരുന്നോ. മോളുടെ ID കാർഡിൽ അച്ഛൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട്. അതിന് തരാമോ? ഞാൻ ഫോൺ ചെയ്ത് വീട്ടിൽ വിവരം അറിയിക്കാം. ഞാൻ റിസപ്ഷൻ വരെ പോട്ടെ. വിളിച്ചു പറഞ്ഞിട്ട് വരാം. എൻ്റെ കയ്യിൽ ഫോണില്ല. മോൾ ഇവിടെ ഇരുന്നോ. ഹലോ മീരയുടെ അച്ഛൻ ഹരിയല്ലേ? അതെ. ഒന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ വരാമോ? എന്താ കാര്യം? മീരയെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി കുട്ടിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ശരി, ഓക്കെ. മോളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഉടനെ വരും കേട്ടോ. മോള് പേടിക്കണ്ട. അമ്മ എനിക്ക് വേണ്ടി വ്രതം എടുത്തിട്ടാ വയ്യാതെ വന്നത്.
ഭഗവാൻ അനുഗ്രഹിക്കാനല്ലേ വ്രതം എടുക്കുന്നത്? പിന്നെന്തിനാ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതെ വരുന്നത്? അമ്മയുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വ്രതവും അമ്മ എടുത്തത്. അതുകൊണ്ട് അമ്മയ്ക്ക് വയ്യാതെ വന്നത്. ദേ, ഈ ID കാർഡ് എടുത്ത് പൊക്കുന്ന പോലെ ഈ കസര എടുത്ത് പൊക്കാൻ പറ്റുമോ? അതിനേക്കാൾ ഭാരമുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്കതൊന്ന് അനക്കാനെങ്കിലും സാധിക്കുമോ? ഇല്ല. വ്രതത്തിന്റെ കാര്യവും അത്രയേ ഉള്ളൂ. ആണോ? അമ്മയുടെ മുത്തശ്ശി പറഞ്ഞതാ ആഹാരം കഴിക്കാതെ നടക്കരുത്, വയ്യാതെ വരുമെന്ന്. ഇപ്പൊ അത് സത്യമായില്ലേ? മോള് പേടിക്കണ്ട, അമ്മയ്ക്കൊന്നും വരില്ല കേട്ടോ. എന്നാലും എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നുണ്ട്. ഡോക്ടർ അമ്മയെ നോക്കിയിട്ട് വരും. അത് കഴിയുമ്പോ മോൾക്ക് കയറി കാണാം കേട്ടോ. മോള് വിഷമിക്കണ്ട, ജീവിതം ഇങ്ങനെയൊക്കെയാ. എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കില്ല സംഭവിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കാത്തതും നമുക്ക് സഹിക്കാൻ പറ്റാത്തതും നമുക്ക് ഇഷ്ടമില്ലാത്തതും എല്ലാം സംഭവിക്കും. അങ്ങനെയൊക്കെ വരുമ്പോ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കുറച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളുന്നു കരുതണം. ഈശ്വര വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ടിരിക്കണം. മുത്തശ്ശി ഇങ്ങനെ തന്നെ പറയുന്നേ. ആഹാ, അപ്പൊ മീരയ്ക്കെല്ലാം അറിയാലോ. എന്നാലും അമ്മയ്ക്ക് വയ്യാതെ വന്നാൽ എനിക്ക് സങ്കടാവും. മോള് വിഷമിക്കണ്ട, മോളുടെ അച്ഛൻ ഇപ്പൊ വരും. അച്ഛനെ കാണുമ്പോൾ സങ്കടമൊക്കെ മാറിക്കോളും. മോളെ, അച്ഛാ, എന്താ എന്താ പറ്റിയേ? അമ്മയുടെ അമ്മയെ അകത്തോട്ട് കൊണ്ടുപോയി. മോൾ ഇങ്ങോട്ട് എങ്ങനെ വന്നത്? ആരാ കൂടെ ഉണ്ടായിരുന്നത്? ഒരു ചേട്ടനുണ്ടായിരുന്നു. ഇപ്പൊ വരാന്ന് പറഞ്ഞ് എണീറ്റ് പോയതാ. ട്രിപ്പ് തീർന്നിട്ട് പോകാം കേട്ടോ. താൻ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തുന്ന് താൻ പറഞ്ഞതുകൊണ്ടാ ഇന്നലെ ഞാനൊന്നും പറയാതിരുന്നത്. ഇന്നും താനിങ്ങനെ വ്രതം എടുക്കാന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ നമ്മുടെ മോക്ക് വേണ്ടി എടുക്കുന്ന വ്രതമല്ലേ ഹരിയേട്ടാ. താൻ വയ്യാതെ കിടന്ന മോൾക്ക് സുഖമാവുന്ന തന്നോട് ആരാ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? തയ്യാറെടുപ്പില്ലാതെ പ്രോപ്പറായി പറഞ്ഞു തരാൻ ആരെങ്കിലും ഇല്ലാതെ ഇതൊന്നും ചെയ്യരുതെന്ന്. ഇന്ന് ഞാൻ ജലപാനം പോലും ഇല്ലാത്ത വ്രതം എടുക്കാനാ നോക്കിയത്. ഞാനത് പൂർത്തിയാക്കാത്തോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹരിയേട്ടാ? ഒരു കുഴപ്പവുമില്ല. ആദ്യം തന്റെ ഈ കാട് കയറിയുള്ള ചിന്ത ഒന്ന് നിർത്ത്. താൻ വയ്യാതെ കിടക്കുന്നത് കാണാൻ ഭഗവാൻ ആഗ്രഹമൊന്നുമില്ല. എല്ലാ മനുഷ്യരും എല്ലാ ജീവികളും സന്തോഷമായിട്ടിരിക്കാനേ ഭഗവാൻ ആഗ്രഹിക്കൂ. മീര മോൾക്ക് ഒരു കുഴപ്പവും വരാതെ ഭഗവാൻ നോയിക്കോളും. ഇനി താൻ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആഹാരം കഴിക്കാതിരുന്ന് ബോഡി ഒന്ന് വീക്കായതാ. ഉപവാസം ശരീരത്തിനും മനസ്സിനും നല്ലതാ. പക്ഷെ അത് കറക്റ്റായിട്ട് ചെയ്യണം. അതിന്റെ രീതികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വ്രതം എടുത്താൽ പല അസുഖങ്ങളും ഉണ്ടാക്കും. ഇതുപോലെ ഫെയിന്റ് ആകാനും സാധ്യതയുണ്ട്. അമ്മ കഴിക്കാതിരിക്കുന്നതിന് മുത്തശ്ശി എപ്പോഴും വഴക്ക് പറയാറുണ്ട്. പക്ഷെ അമ്മ കേൾക്കില്ല. അമ്മമാരെ അനുസരിക്കുന്നവരാ നല്ല കുട്ടികളെന്ന് എന്നോട് പറയും. എന്നിട്ട് അമ്മയുടെ അമ്മ പറയുന്നതൊന്നും അമ്മ അനുസരിക്കേയില്ല. മീരമോളും ഇടിക്കുകയാണല്ലോ. അമ്മ ബോധം കെട്ട് വീണപ്പോ ആളെ കൂട്ടി അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചതിനും കൂടി ചേർത്താ ഞാൻ മിടിക്കാന്ന് പറഞ്ഞത് കേട്ടോ. അമ്മയെ ഞാൻ ഒറ്റയ്ക്കല്ല കൊണ്ടുവന്നേ, ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. ആഹാ, ഞാൻ വന്നപ്പോഴേക്കും അയാൾ പോയി. ഒരു നന്ദി വാക്ക് പറയാൻ പോലും പറ്റിയില്ല. ആ ചേട്ടന്റെ പേര് കണ്ണൻ എന്നാണെന്നാ പറഞ്ഞത്. ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ കാണിച്ചു രാജാ. മായേ, ഇനി ഇത്തരം വ്രതങ്ങളൊന്നും വേണ്ട.
ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ലമ്മേ. ക്ഷീണം കുറവുണ്ടോ? ഉണ്ട്. നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്തൊന്നും ചെയ്യരുതെന്ന്. വ്രതം എടുത്ത് ശീലമില്ലാത്ത ആളാ നീ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വ്രതവും ഉപവാസവും ഒക്കെ തുടങ്ങിയാലോ? അത് താങ്ങാൻ നിന്റെ ശരീരത്തിന് പറ്റുമോ? ഇതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ അമ്മേ. ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞ് എന്റെ വായടപ്പിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ എന്റെ മോക്ക് വേണ്ടിയാ വ്രതം എടുത്തത്. അവക്ക് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എനിക്ക് ചെയ്യണം. വ്രതം എടുക്കുന്നത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ സ്വന്തം അവസ്ഥ തിരിച്ചറിയാതെ വ്രതം എടുക്കരുത്. ഈശ്വരൻ മനുഷ്യന് വിവേകബുദ്ധി തന്നിരിക്കുന്നത് കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കി പ്രവർത്തിക്കാനുമാണ്. ഇതൊന്നും പറഞ്ഞാ നിനക്കെന്താ മനസ്സിലാവാത്തത്? ഞാൻ എന്നെ പറ്റി ചിന്തിക്കുന്നില്ല അമ്മേ. അതുകൊണ്ടാ അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവാത്ത. പിന്നെ നീ എന്താ ചിന്തിക്കുന്നത്? അതെന്താ അമ്മ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? എനിക്കത് മനസ്സിലാവാത്തോണ്ട്. നീ മീരയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ മീരി നീ മരുന്ന് വഴിക്കല്ലേ നീ തല ഇറങ്ങിയതും വീണതും എല്ലാം. നിനക്ക് വയ്യാതായപ്പോ ഈ കുഞ്ഞിനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിലോ? പെട്ടെന്ന് നീ വീണു പോയപ്പോ ഇവൾ എന്തുമാത്രം പേടിച്ചു കാണും. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കാനോ ആ സമയത്ത് എന്താ ചെയ്യേണ്ടെന്ന് അറിയാനുള്ള പ്രായം ഈ കുഞ്ഞിനായോ? ഞാൻ പേടിച്ചു മുത്തശ്ശി. ആളുകളെല്ലാം ഓടിക്കൂടി. ഒരു ചേട്ടൻ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടെ വന്നു. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടോ, ഈ കുഞ്ഞ് എന്ത് ചെയ്യാനാ? ആ സമയത്ത് സഹായിക്കാൻ ഒരാൾ വന്നില്ലേ അമ്മേ? അത് ഭഗവാന്റെ അനുഗ്രഹമല്ലേ, ഈശ്വരനല്ലേ ആ സമയത്ത് അങ്ങനെ സഹായിക്കാനുള്ള മനസ്സൊരാൾക്ക് കൊടുക്കുന്നത്. അതെ, അത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്തു വെച്ച് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ട് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യരനുഭവിക്കുന്നതെല്ലാം അവരുടെ തന്നെ കർമ്മങ്ങളുടെ ഫലവാ. ഇന്നെന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരാൾക്കൊരു നല്ല മനസ്സ് തോന്നി. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അതെപ്പോഴും പ്രതീക്ഷിക്കരുത്. ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഓരോ പാഠങ്ങളാ, ഓരോ അനുഭവങ്ങളാ. അതിന്ന് അറിവ് നേടി വേണം മുന്നോട്ട് ജീവിക്കാൻ. അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഇങ്ങനൊന്നും ചെയ്യരുത്. ഇല്ല, ഇനി വ്രതം എടുക്കുമ്പോ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. പുറത്തൊന്നും പോവില്ല. പോരെ, വാ മോളെ. അമ്മ വിഷമിക്കാതെ. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതിനെല്ലാം കാരണമായത് കുടുംബക്ഷേത്രം ഇല്ലാതായതാ. അതുണ്ടായിരുന്നെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കുട്ടിക്കാലം മുതലേ ചെയ്തു പോന്നേനെ. വ്രതങ്ങളും ഉപവാസവും എല്ലാം ഒരു ശീലമായേനെ. ശരീരത്തിനും മനസ്സിനും ഒരു ശക്തി ഉണ്ടായേനെ. ഇപ്പോ ക്ഷേത്രം നശിച്ചതോടെ എല്ലാം നശിച്ചു. അന്ന് തറവാട് ഭാഗം വെക്കാൻ മുത്തച്ഛൻ തീരുമാനിക്കുമ്പോ അത് ഏറ്റെടുക്കാൻ ആർക്കും സമയമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ജീവിതത്തിന്റെ ആർഭാടങ്ങൾ അധികമാക്കാനുള്ള തിരക്കായിരുന്നു. ഇപ്പോ വിഗ്രഹവും ക്ഷേത്രവും എല്ലാം നഷ്ടപ്പെട്ടപ്പോ അതിന്റെ ഫലം 2 തലമുറകൾ അനുഭവിക്കുക. ആർഭാടങ്ങൾ പോയിട്ട് ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത അവസ്ഥ വന്നു. തറവാട്ടിലെ പല കുടുംബങ്ങളിലും ആത്മഹത്യകളും ദുർമരണവും ഉണ്ടായി. ഭഗവാന്റെ വിഗ്രഹം ഇല്ലെങ്കിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിച്ചതുകൊണ്ടാ വന്നു ചേരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം വലിയ രീതിയിൽ നമ്മളെ ബാധിക്കാതെ പോകുന്നത്. അതെ, വിവരമറിഞ്ഞ ആശുപത്രിയിൽ എത്തുന്നവരെ മനസ്സിൽ തീയായിരുന്നു. ഞാൻ കയറി ചെല്ലുമ്പോ പാവം മീര ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്യാനാ പാവം. ഈശ്വരാനുഗ്രഹമുള്ള കുഞ്ഞാ മീര. മായ ഭയക്കും പോലെ മീരയ്ക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല.
ജനനം മുതലേ അവളെ രക്ഷിച്ചിരുന്നത് ഭഗവാനാ. അതിനെയും എക്കാലവും അങ്ങനെ തന്നെയായിരിക്കും. ആ, എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഹരി അകത്തേക്ക് ചെല്ല്. ഒരുപാട് ഓടി തളർന്നതല്ലേ, കുറച്ച് വിശ്രമിക്ക്. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. മോളെ, മോള് അമ്മയെ ഉറക്കുവാണോ? പാവം അമ്മ ഇന്നാകെ തളർന്നു പോയിട്ടുണ്ട്. ശരിക്കും ഉറങ്ങട്ടെ, ഒച്ച ഉണ്ടാക്കല്ലേ. ഇല്ല. അമ്മ ഉറങ്ങിയില്ലേ? കിടന്നിട്ട് ഉറക്കം വന്നില്ല. പഴയ ഓരോ ഓർമ്മകള് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്നു. മോനെന്താ ഉറങ്ങാഞ്ഞത്? ഞാനും ഓരോന്ന് ആലോചിച്ചിരുന്നിട്ട് ഉറക്കം വന്നില്ല. മായയുടെയും മീരയുടെയും കാര്യം ഓർക്കുമ്പോ ഒരു മനസ്സമാധാനവും ഇല്ല. മായയുടെ വെപ്രാളവും ഓരോ രീതികളും കാണുമ്പോ എനിക്കെന്തോ പേടി തോന്നുക. മീരമ്മളുടെ അസുഖത്തിന്റെ കാര്യം മായ അറിയാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഞാനത് മാക്സിമം ശ്രമിച്ചതാ അമ്മേ. പക്ഷേ പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഹരിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ജീവിതത്തിൽ പല ഘട്ടത്തിലും നമ്മൾ നിസ്സഹായരായി വിധിയുടെ തീരുമാനം എന്താണെന്നറിയാൻ കാത്തു നിൽക്കേണ്ട സന്ദർഭം ഉണ്ടാവും. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാതെ, നമ്മളെ സഹായിക്കാൻ ആർക്കും കഴിയാതെ, ഈശ്വരന്റെ തീരുമാനം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തു നിൽക്കേണ്ടി വരും. ഭഗവാന്റെ തീരുമാനം എന്തായാലും അത് മീരമോളെ ബാധിക്കരുതേ എന്നാ എന്റെ പ്രാർത്ഥന. ജീവിതത്തിൽ ഒരുപാട് സന്തോഷമൊന്നും എന്റെ മക്കൾ രണ്ടുപേർക്കും ഉണ്ടായിട്ടില്ല. അവൻ വളർന്ന ചുറ്റുപാടിന്റെയും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളുടെയും പരിമിതികളെന്നും അവരെ ബാധിച്ചിട്ടുണ്ട്. ഹരി മായുമോളുടെ ജീവിതത്തിൽ വന്നേ പിന്നെ അവൾ ഒരുപാട് സന്തോഷിച്ചു. കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നത് മാത്രമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏക സങ്കടം. ഭഗവാൻ അതും അനുഗ്രഹിച്ചു തന്നു. പക്ഷേ ആ സന്തോഷത്തിനൊപ്പം ഇങ്ങനെയൊരു ദുഃഖവും തന്നു. എന്നും തീ തിന്ന് കഴിയാനൊരു യോഗം. അതെന്തിനു തന്നു എന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നില്ല. എല്ലാം തികഞ്ഞാൽ മനുഷ്യൻ ഈശ്വരനെ മറക്കുമെന്ന് കരുതിയിട്ടാവും എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിയാ. പക്ഷേ അതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ അതൊക്കെ വിസ്മരിച്ചു പോകുന്നല്ലേ? അതെ. നമ്മൾ സാധാരണക്കാർക്ക് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അല്ലേ അമ്മേ ജീവിതം. ഒരു കുഞ്ഞിനെ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതല്ലേ. അവള് ആരോഗ്യത്തോടെ വളർന്നു കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അതെ. പക്ഷേ അതൊന്നും അത്യാഗ്രഹങ്ങളല്ലല്ലോ. അല്ല. പക്ഷേ നമ്മുടെ വിധി ഇങ്ങനെ ആയിപ്പോയി. ഇനി അത് അനുഭവിച്ചല്ലേ പറ്റൂ. ഭഗവാന്റെ നിയോഗങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വെച്ച് ചിന്തിക്കുമ്പോൾ പല ശരികളും തെറ്റായി തോന്നും.
പല തെറ്റുകളും ശരിയായും തോന്നും. അതെല്ലാം ഭഗവാൻ കാണിക്കുന്ന മായയായി നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ ശരികളും തെറ്റുകളും കാര്യങ്ങളും കാരണങ്ങളും ഭഗവാന് മാത്രമേ അറിയാൻ സാധിക്കൂ. ആ, എല്ലാം വിധി പോലെ വരട്ടെ. ഭഗവാന്റെ തീരുമാനം ഏതായാലും അത് താങ്ങാനുള്ള ശക്തി കൂടി തന്നാ മതി.